ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്നേഹം സക്സസ് ആവണം എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതല്ലാതെ ഇപ്പോൾ നമ്മളായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ അവരോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുക, മേ ബി അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 2 എണ്ണം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ ഫ്രം ഫ്യൂച്ചർ ആണ്. അതായത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ലെറ്റർ എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭാവിയിൽ നിന്ന് നിങ്ങളുടെ ഭൂതകാലത്തേക്ക് ഒരു ലെറ്ററാണ് എഴുതേണ്ടത്. അതെങ്ങനെയാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് ഈ സംഭവം എന്നുള്ളത്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസിൽ ഇരിക്കുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാം ആൻഡ് കൂൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസിൽ ഇരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൂൾ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളൊരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾ സാധാരണ എഴുതുന്ന പോലെ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഭാവിയിൽ നിങ്ങൾ ആരാവാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ എന്ത് നേടണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നേടിയതായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് നിങ്ങൾ ഇങ്ങനെ എഴുതുക: പ്രിയപ്പെട്ട സ്നേഹ, ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്തോഷവും സമാധാനവും സ്നേഹപൂർണവുമായ ബന്ധം ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ആ ലെറ്റർ എഴുതാനായിട്ട്. അത് നടന്നു കഴിഞ്ഞു, ഞാൻ ഇന്നത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ ലെറ്റർ എഴുതുക. ഒരിക്കലും നിങ്ങൾ അതായത് ഞാനത് ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതരുത്. നേരെ മറിച്ച് എനിക്കത് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ സംഭവം കിട്ടിയിരിക്കുന്ന നിങ്ങൾ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം നേടിയിരിക്കുന്ന നിങ്ങൾ, പഴയ നിങ്ങൾക്ക് എഴുതുന്ന ലെറ്ററാണിത്. നമ്മളന്ന് ആഗ്രഹിച്ചിരുന്ന ആ സംഭവം നമുക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ടല്ലോ. ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതുന്നൊരു ലെറ്ററാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ സന്തോഷം സമാധാനപൂർണ്ണമായിട്ടുള്ള ആ ജീവിതം, ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ കൂടെയുള്ള ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പേഴ്സൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ട് ജീവിതം ഇന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഞാനതിൽ ഒരുപാട് സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ്, ആ രീതിയിൽ നിങ്ങൾ ലെറ്റർ എഴുതുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മാത്രം വേണം നിങ്ങൾ എഴുതാനായിട്ട്. അല്ലാതെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഈ ലെറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് മടക്കിയിട്ട് ഒരു ഡയറിയിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഡെയിലി നിങ്ങളത് നോക്കൊന്നും വേണ്ട, ജസ്റ്റ് വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുത്ത് നോക്കുക. നിങ്ങൾക്ക് മന്ത്ലി വേണമെങ്കിൽ ആ ലെറ്റർ ചേഞ്ച് ചെയ്യാം കേട്ടോ. അതായത് ഓരോ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലെറ്റർ വേറെ എഴുതാം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 6 മാസത്തേക്ക് വേണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാം, 1 വർഷത്തേക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നിങ്ങൾക്കിത് വലിയ പണിയൊന്നുമില്ല. കാരണം നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാത്രം നമുക്കത് എഴുതിയാൽ മതി. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എടുത്ത് വായിച്ചാൽ മതി. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂട്ടും എന്നുള്ളതാണ്. ഈ ഒരു സംഭവം നടക്കും എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂട്ടും. നമ്മുടെ കോൺഫിഡൻസ് ഒരു പരിധി വരെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ആ ഒരു ആഗ്രഹത്തിൻ്റെ തീവ്രത കൂടി ഇവിടെ കൂടുതലാകുന്നുള്ളതാണ്. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ടെക്നിക്ക് എന്ന് പറയുന്നത് ലെറ്റർ ഫ്രം ഫ്യൂച്ചർ ആണ്. രണ്ടാമതെന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ മെമ്മറി ടെക്നിക്ക് എന്നൊക്കെ പറയും. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കുറേ പേർക്ക് അറിയുന്നതാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുള്ളത് വിഷ്വലൈസേഷനിലാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് റിസൾട്ട് കിട്ടില്ല, പവർഫുൾ അല്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മളുടെ മൈൻഡിന് ഭയങ്കരമായിട്ടുള്ളൊരു പവറുണ്ട്. അതായത് നമ്മൾ എന്താണോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കും, അത് നമ്മളിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക വിഷ്വലൈസേഷനാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്
സിമ്പിളാണ്. അതായത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നും രാവിലെയും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റണം. വേറെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് എടുക്കുക. കൂടുതൽ നല്ലത് നിങ്ങളുടെ ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ അതായത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങാലോ. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂമാണ് കൂടുതൽ ബെറ്റർ. സൗണ്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു ഇങ്ങനെ മീൻസ് ഒരു 4 സെക്കൻഡ് ഉള്ളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് 4 സെക്കൻഡ് ശ്വാസം പിടിച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ശ്വാസം വിടുക. അങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് നടന്ന് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ സന്തോഷം എത്രയാണ്, അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്. നമ്മളത് അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം ഫീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണം, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ 11 ദിവസമോ 21 ദിവസമോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഈ വിഷ്വലൈസേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. രാത്രിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങുക. രാവിലെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുക. ഇത് വളരെ പവർഫുള്ളാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേന്ന് പറയുന്നത് കുറച്ച് കാലം നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം നമുക്കത് ചെയ്യാം. നമ്മൾ ഫിക്സ് ചെയ്യാം ഇത്ര മാസം ഞാനത് ചെയ്തിരിക്കും എന്നുള്ളത്. പക്ഷെ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം 11 ദിവസമോ 21 ദിവസമോ ചെയ്താൽ മതി. രണ്ടും വളരെ നല്ല ടെക്നിക്കുകൾ തന്നെയാണ്. അപ്പോൾ ഈ 2 ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ടെക്നിക്കുകൾ അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർ, ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ, റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോബ് കിട്ടാൻ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ടെക്നിക്കുകൾ വേണമെന്ന് തോന്നുന്നവർ, വേറെ കുറേ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.